ഹലോ നമസ്കാരം, ഷാസെ ബ്ലോഗ്സിൻ്റെ അടുത്ത മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് കൊല്ലത്ത് പള്ളിമുക്കിൽ മഹാത്മാ നഗർ എന്നൊരു നഗരമുണ്ട്. വെട്ടിയാർ ശ്രീ ഭദ്രാളി ദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പുനഃപ്രതിഷ്ഠാ വാർഷികവും ഒപ്പം തിരുവുത്സവം കൂടാണ്. വളരെ വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. ഇന്നൊരു ക്ഷേത്ര പ്രദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ബഹുമാനീയമായ പി. സായി പ്രസാദ സരസ്വതി അവരുടെ മുഖ്യ കാർമ്മത്വത്തിലാണ് ഈ ഭദ്രദീപം തെളിയിക്കുന്നത്. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിമാരും ഒത്തുകൂടി ദേശവാസികളും ക്ഷേത്ര ഉപദേശസമിതി അംഗങ്ങളും ഒത്തുകൂടി പങ്കെടുക്കുന്ന ഈ ഭദ്രദീപം തെളിയിക്കൽ മനുഷ്യന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും പ്രാധാന്യം നൽകിയിട്ടുണ്ടാകും ഉത്സവവും ആചാരങ്ങളെല്ലാം നടക്കുന്നത്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഒത്തുകൂടൽ എന്നാണ് അർത്ഥം. ഒരു ദേവസ്ഥാനത്ത് അതിൻ്റെ മൂലസ്ഥിതമായിരിക്കുന്ന ദേവചൈതന്യത്തെ നിശ്ചിത ദിവസത്തേക്ക് ആചാര അനുഷ്ഠാനങ്ങളിൽ കുറവുകൾ വരാതെ അനുഷ്ഠാനപൂർവം ചെയ്യുന്ന ആചാരങ്ങളിൽ പങ്കെടുക്കുക, കുടുംബ സംഗമം നടത്തുക, ഇതൊക്കെയാണ് ഉത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം
ഇവിടെ മഴ സമയത്തുള്ള ഉത്സവമാണ് പ്രധാനം. വൈശാഖ മാസം ഈ മഴക്കാലത്തുള്ള ഉത്സവങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഉഷ്ണകാല ഉത്സവങ്ങളുണ്ട്, മഴക്കാലത്തുള്ള ഉത്സവം. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അകം അശോകേട്ടൻ നമ്മളോട് ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ നമസ്കാരം. ഈ വീട് ഇവിടെ അടുത്ത് തന്നെ തന്നെയാണോ? അമ്മനട അമ്പനട. അതെ, വലിയ ഇവിടത്ത് എവിടെ സ്ഥിതി ചെയ്യുന്ന അമ്പലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും പ്രഷർ. ഞാൻ ഏറെ നാളായി ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ദേവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വെട്ടിയാർ ഭദ്രകാളി ദേവി ക്ഷേത്രം. കൊല്ലത്തിൻ്റെ ഹൃദയഭാഗമായ പള്ളിമുക്ക് പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സമൂഹ ചണ്ഡിക ഹോമം. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ചാണ്ടിക ഹോമം സെപ്റ്റംബർ മാസം 29 ഞായറാഴ്ച വാദ്യമേളങ്ങളുടെയും ചെണ്ടമേളത്തിൻ്റെ നാർത്തര കച്ചേരിയുടെ അകമ്പടിയോടുകൂടി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഈ ചടങ്ങിന് വേണ്ടി, പൂജ നടത്തുന്നതിനും വേണ്ടി. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് അൻപൊലി ഭദ്രപ്പാട്ടും. ഈ ക്ഷേത്രത്തിൽ 14-ാം തീയതി പ്രണിക്ക ദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്നും ഈ അൻപൊലി ഘോഷയാത്ര വാദ്യമങ്ങളുടെ അകമ്പടിയോടുകൂടി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളും ബാലികാ ബാലന്മാരുടെ താലപ്പൊലിയോടുകൂടി ഭഗവാൻ തിരുസന്നതിയിലേക്ക് തെരുവീതികളിൽ ഭക്തജനങ്ങൾ നിറപറയും നിലവിളക്കുകളും വെച്ചാണ് സ്വീകരിച്ച് അമ്മയുടെ തിരുസന്നതിയിൽ കൊണ്ടുവരുന്നത്. അമ്മയുടെ തിരുസന്നതിയിൽ വന്നാൽ തന്നെ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ തിരുമുമ്പിൽ പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെടുന്നു. അതും ഈ പരിസരത്തുള്ള എല്ലാ വിശ്വാസികളും കൊണ്ടാടുന്ന ഭയങ്കര കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന് മഹാ ഉത്സവമായിട്ടാണ് പരിസരവാസികൾ കൊണ്ടാടുന്നത്. അതാണ് പ്രധാന വഴിപാട് ഇവിടെ. ഇനി നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം അതിൻ്റെ വളർച്ചയ്ക്ക് കൂട്ടി നിൽക്കുന്ന മണിച്ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ഒപ്പം ഇവിടെ വായനയും കാര്യങ്ങളൊക്കെ നടന്നിട്ട് അമ്പലത്തിൻ്റെ സജീവ പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. മണിച്ചേട്ടാ നമസ്കാരം. 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 ഇതിൻ്റെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം ഈ ഭരണികാവ് ദേവീക്ഷേത്രത്തിനടുത്താണ്. ആടന്ത ഭരണികാവ് ക്ഷേത്രം. രണ്ട് വാക്കൊന്ന് പറയാമോ? പറയാം. പൂജകളെ പറ്റി. ആ പൂജകളെ പറ്റി പറയാം. അതായത് നമ്മൾ ഈ അഭീഷ്ടവരദാനി സർവമംഗളദായിനിയുമായിട്ടുള്ള ശ്രീ വെട്ടിയാർ ശ്രീ ഭദ്രാദേവി ക്ഷേത്രം വളരെ പുരോഗമനത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദേശദേവതയായിട്ടുള്ള ഈ അമ്മ ഈ ദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാവിധ അഭിലാഷങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 29-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണിക്ക് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രധാന പൂജയും വഴിപാടുമായിട്ടുള്ള സമൂഹ ചണ്ഡികാഹോമം ഇവിടെ നടത്തുന്നുണ്ട്. ഈ ചണ്ഡികാഹോമം നടത്തുന്നത് തന്നെ തിരുവനന്തപുരത്തെ മച്ചേൽക്കുളങ്ങര ശ്രീ ദക്ഷിണ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെ തന്ത്രിമുഖ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ ചണ്ഡികാഹോമത്തിൽ ദേശവാസികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം. എല്ലാ ശനിയാഴ്ചയും ശ്രീ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജന വിളക്കുണ്ടായിരുന്നു. ശനിദോഷ നിവാരണത്തിന് വേണ്ടി നടത്തുന്ന ഈ നീരാഞ്ജന വിളക്കിലും എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരണം. കൂടാതെ ഞായറാഴ്ച തോറും വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന നാരങ്ങാ വിളക്കിലും ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന നെയ്വിളക്കിലും പങ്കുചേർന്നാൽ ഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും എല്ലാം മാറിക്കിട്ടി ഈ വെട്ടിയാർ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും എന്നാണ് അറിയപ്പെടുന്നത്. മണി കെട്ടുന്നത് എങ്ങനെ? അതിൻ്റെ ഒരു ചടങ്ങ് എങ്ങനെ? മണി കെട്ടുന്നതിൻ്റെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണ്. ചിലർക്ക് എത്ര വയസ്സായാലും മംഗല്യം നടക്കാതെ വരും. അതുപോലെ തന്നെ സന്താനലബ്ധിക്ക് ഇങ്ങനെയുള്ള ഇത് പിന്നെ ഈ നേർന്നുകൊണ്ട് അവർക്കൊരു മംഗല്യത്തിന് സൗഭാഗ്യം ഉണ്ടാവണേ, അമ്മേ എനിക്കൊരു കുഞ്ഞിനെ തരണേ, ഒരു സന്താന ലബ്ധി ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് മണി കെട്ടിയാൽ ആ അമ്മയുടെ അനുഗ്രഹം ഈ മണി കെട്ടുന്നതോടുകൂടി തന്നെ ഉണ്ടായി അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ
മംഗല്യ സൗഭാഗ്യവും സന്താനലബ്ധിയും ഉണ്ടാകുന്നതാണെന്നാണ് അതിൻ്റെ വിശ്വാസം. പിന്നെ മണ്ഡലകാലങ്ങൾ 41 ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ പൂജയുണ്ട്. പിന്നെ കർക്കിടകം 31 ദിവസവും ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ രാവിലെയും അമ്പലം തുറന്ന് അഭിഷേകങ്ങളും നിവേദ്യങ്ങളും ഒക്കെ കൊടുത്ത് വൈകിട്ടും അതുപോലെ നിവേദ്യങ്ങളൊക്കെ കൊടുത്ത് പൂജകളൊക്കെ നടത്തി ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വരികയാണ്. അമ്പലത്തിൽ ഈ ചൊവ്വയും വെള്ളിയും വിശേഷപ്പെട്ട എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളോ മറ്റ് ക്ഷേത്രത്തിന് അപേക്ഷിച്ച് ഉണ്ടാവുമോ ഇവിടെ? അത് ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മളുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി നെയ്വിളക്ക് കൊളുത്തിയാൽ അതിന് ഒരു കാര്യസിദ്ധി അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകുമെന്നാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അഭിപ്രായവും അവരുടെ അനുഭവങ്ങളും പറയുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തേക്ക് പോകുന്ന വഴിയിൽ പള്ളിമുക്ക് എന്ന ജംഗ്ഷനിൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് 200 മീറ്റർ വടക്കോട്ട് നീങ്ങിയാൽ ഈ ശ്രീ വെട്ടിയാർ ഭദ്രാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അമ്പലത്തിൽ പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പോൾ പാരായണം നടക്കുകയാണ്. ചേച്ചി പേരേനെ എൻ്റെ പേര് അനിത. അടുത്താണോ സ്ഥലം? അടുത്ത സ്ഥലം എൻ്റെ വീട് പട്ടത്താനത്താണ്. ഞാനിവിടെ വരാറുണ്ട്. ഇവിടെ ചൊവ്വാഴ്ച തോറും നെയ്വിളക്കുണ്ട്. കാര്യസിദ്ധി നെയ്വിളക്കാണത്. അത് 16 ആഴ്ച കത്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ വിചാരിച്ചാലും അത് സാധിക്കും. ആ 16 ആഴ്ച കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഫലം അറിയാൻ പറ്റും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഇവിടെ ഒരു കൂട്ടായ്മയാണ്. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി പോകുന്നൊരു അമ്പലവും കൂടാണ്. അത് വരുന്നവരായാലും പുറത്തുനിന്ന് വരുന്ന ഭക്തജനങ്ങളായാലും എല്ലാവരും അങ്ങനെ വേർതിരിവൊന്നുമില്ല. എല്ലാവരും നല്ല സഹകരണത്തോടുകൂടെ ഈ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഇവിടെ മാസം തോറും പൊങ്കാലയുണ്ട്. എല്ലാം മലയാള മാസം 1-ാം തീയതി പൊങ്കാലയുണ്ട്. ഞായറാഴ്ച നാരങ്ങാവിളക്കുണ്ട്. എല്ലാത്തിലും ഇവിടെ ഈ പരിസരത്തുള്ളവരായാലും ദൂരത്തുനിന്നായാലും എല്ലാവരും ഈ നെയ്വിളക്ക് കത്തിക്കാനായിട്ടും വരാൻ പറ്റാത്ത ദിവസം ഒരു വിളിച്ചു പറയൊക്കെ കെട്ടിയത്. പിന്നെ ഇവിടെ നാഗങ്ങൾ നല്ല നാഗങ്ങളുടെ പൂജയും ഭയങ്കര ഇതായിട്ടാണ്. അത് നമുക്ക് നല്ല ഈ ആലിനകത്തൊക്കെ അവർ വസിക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ ആലിനകത്ത് തന്നെ ഒരു 5 തലയുള്ള സർപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകം അവിടെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര വിശ്വാസമാണ്. നാഗത്തിൻ്റെ ഭയങ്കര ഒരു പ്രതീതി ഉളവാക്കുന്നതാണ് ഈ ആല്. അപ്പം അവിടെയും നമ്മൾ വിളക്കൊക്കെ കത്തിക്കാറുണ്ട്. ഭയങ്കര വിശ്വാസമാണ്. ഇവിടെ കൂടുതൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു ഹിന്ദിക്കാരുണ്ട്, ബംഗാളികൾ. അപ്പോൾ അവർക്ക് ഈ ആല് ഇവിടെ നാഗത്തിൻ്റെ അടുത്ത് അവരെന്തോ പറഞ്ഞ് അവർക്കത് ഫലം കണ്ട് അങ്ങനെ അവർ ആഴ്ച തോറും വന്ന് നാഗത്തിന് വിളക്കൊക്കെ കത്തിക്കും. നമസ്കാരം. 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 ഇതിൻ്റെ പേരെങ്ങനെ? മധുസൂദനൻ നമ്പൂതിരി. സ്ഥലം എവിടെ? തിരുമേനിയുടെ പന്തളം. ഇവിടുത്തെ അമ്പലത്തിലെ തന്ത്രിയായിട്ടാണോ അതോ? ജീവിത എഴുന്നള്ളത്തും അൻപുലിയുടെ വിശേഷങ്ങൾ നേരത്തെ കേട്ടിരുന്നു. അപ്പം അത് നടത്തപ്പെടുന്ന ഒരു പ്രധാന ചടങ്ങാണ് ഇവിടുത്തെ. അപ്പോൾ അതിൻ്റെ മുഖ്യ കാരകത്വം വഹിക്കുന്ന തിരുമേനി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. തിരുമേനി നമസ്കാരം. ഇതിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് സന്തോഷ് പരമേശ്വരൻ നമ്പൂതിരി, ഇരവിമംഗലത്ത് മന. സ്വദേശം ഇവിടെ തന്നെയാണോ? സ്വദേശം തൃശ്ശൂർ മുണ്ടൂരാണ്. ഇപ്പോൾ താമസിക്കുന്നത് പത്തനംതിട്ടയിൽ തുമ്പമൺ എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്താണ് താമസിക്കുന്നത്. ഏതമ്പലത്തിലായിരുന്നു? ഇതിനു മുമ്പ് വെട്ടിയാർ ഭദ്രകാളി ഭഗവതി ക്ഷേത്രം, അത് ഇതിൻ്റെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്, വെട്ടിയാർ ദേശത്ത്. ആ ദേവിയുടെ ഒരു പരദേവതയായിട്ടാണ് ഇവിടുത്തെ ഭഗവതി കുടികൊള്ളുന്നത്. ഈ ജീവിത എഴുന്നള്ളത്തും അൻപുലി അതിൻ്റെ എന്താണ് അതിൻ്റെ വിശേഷത, പ്രാധാന്യം? അതിൻ്റെ വിശേഷം നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒരു ദേവിക്ക് ഭദ്രകാളിക്ക് പ്രാധാന്യപ്പെട്ട ഒരു വഴിപാടാണ് അൻപുലി ജീവിത എഴുന്നള്ളത്ത്. അതായത് 11, 15, 21, 27, 51 കളങ്ങളിൽ അലങ്കരിച്ച നിലവിളക്കുകളും പിന്നെ അൻപുലി പറയുടെയും ആ ഒരു ചൈതന്യത്തോടെ ദേവിയെ ജീവിതയിലേക്ക് ദേവീചൈതന്യത്തിനെ ആവാഹിച്ചു അത് നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആ കളത്തിലാണ് അൻപുലി നടക്കുന്നത്. ഇത് ഈ അമ്പലത്തിൽ മാത്രമുള്ള വിശേഷമുള്ള ഒരു പൂജയാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് കൂടുതലും പ്രാധാന്യം ഉള്ളത്. അതിനുശേഷം കളവെഴുത്തും പാട്ടും ഉണ്ടാവും. അത്താഴ പൂജയ്ക്ക് ശേഷം കളവെഴുത്തും പാട്ടും ഉണ്ടാവും. അത് വെട്ടിയാറിൽ മൂലസ്ഥാനമായപ്പോൾ അവിടെ വളരെ പ്രാധാന്യത്തോടെ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ്. പണ്ട് പുരാതന കാലം തൊട്ടേ ഉള്ള വഴിപാടാണ്. അപ്പം ആ മൂലസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ എല്ലാ ആചാരങ്ങളും ഇവിടെ നടന്നു വരുന്നു. മഞ്ഞക്കാപ്പ് എന്ന് പറയുന്നൊരു വഴിപാടും തന്നെ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞക്കാപ്പ്.
അതൊരു ഒറ്റ കലശം പൂജിച്ച് ദേവിയെ ആടുകയാണ് ചെയ്യുന്നത്. മഞ്ഞൾ നീരാട്ട് പോലെ തന്നെ മഞ്ഞക്കാപ്പ് എന്ന് പറയും. അതൊരു ഒറ്റ അത് എപ്പോഴായിരിക്കും നമുക്ക് നടത്തപ്പെടുക? അത് നമുക്ക് രാവിലെ ഒന്നിൽ ഉഷപൂജയ്ക്ക് നടത്താം, ഉച്ചപൂജയ്ക്ക് നടത്താം. കലശവാടി ദേവിക്ക് പൂജ സമർപ്പിക്കാം. പ്രത്യേക ഏതെങ്കിലും ദിവസങ്ങളുണ്ടോ അതോ എല്ലാ ദിവസവും ചെയ്യും? ഇല്ല, എല്ലാ ദിവസവും ചെയ്യും. കൂടുതലും വെള്ളിയാഴ്ചകളിലാണ് വളരെ പ്രാധാന്യം. സാധാരണ അത് എന്തിനു വേണ്ടി നമ്മളത് നേർച്ച സമർപ്പിക്കും? പൊതുവെ വിവാഹ തടസ്സങ്ങൾ, സന്താനലബ്ധി, അതേപോലെ തന്നെ പല കാര്യലബ്ധിക്കും വേണ്ടിയിട്ട് ഈ വഴിപാട് സമർപ്പിക്കുന്നതാണ് ഭക്തർ. അത് വെട്ടിയാർ ദേവീക്ഷേത്രത്തിൽ സ്ഥിരം ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായിട്ട് വെട്ടിയാർ ദേശത്ത് അത് സ്ഥിരം ഒരു വഴിപാടാണ് ഭഗവതിയുടെ. അത് തന്നെ ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ദേവിയുടെ, ഇവിടുത്തെ ദേവിയുടെ മൂലസ്ഥാനമാണത്. അവിടുന്ന് അദ്ദേഹം ഇവിടെ വന്നു, ആ ദേവി ഇവിടെ വെച്ച് ഉപാസിച്ചു. അങ്ങനെയാണ് അത്രയും ഈ ക്ഷേത്രം ഇവിടെ വരുന്നത്. അപ്പോൾ ആ ദേവിയുടെ ചൈതന്യം വന്നതുകൊണ്ട് അതേ ക്ഷേത്രത്തിൻ്റെ പേരും എല്ലാമാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലും ഇട്ടിരിക്കുന്നത്. രണ്ട് ദേശമാണെന്നുള്ളതേ ഉള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉത്സവം തന്നെയാണെങ്കിലും അവിടെ പോയി ഭഗവതിയുടെ അനുവാദം വായിച്ചു വന്നിട്ടാണ് ഇവിടെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ. അതാണ് അവിടുത്തെ ഒരു പാരമ്പര്യം. വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ക്ഷേത്രം പരിസരവും ആചാരങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം കേട്ടതിൽ വെച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള അമ്പലമാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും അമ്പലം സന്ദർശിക്കുക. കൊല്ലത്ത് പള്ളിമുക്ക് ജംഗ്ഷനിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ഗുഡ് ബൈ.